നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ 10 വർഷമായി സമഗ്ര പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തിയപ്പോൾ സർക്കാരിന് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർക്കാർ ഒട്ടേറെ പുരോഗമന നടപടികൾ നടപ്പാക്കി. ജനങ്ങൾ പ്രതീക്ഷയോടെ ശോഭനമായ ഭാവിക്കായി കാത്തിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിന് സർക്കാർ ശക്തമായ അടിത്തറയിട്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. 2024 ഇടക്കാല ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. 2047 വികസിത ഭാരതമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗരീബ് കല്യാൺ പദ്ധതി ദേശത്തിൻ്റെതാണെന്ന് ധനമന്ത്രി. രാജ്യത്തെ പാവപ്പെട്ടവരുടെ ശാക്തീകരണം സർക്കാർ ലക്ഷ്യമിടുന്നു. സബ്കാ സാത്ത് എന്ന പദ്ധതിയിലൂടെ 25 കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. 80 കോടി ജനങ്ങൾക്ക് റേഷൻ സൗജന്യമായി നൽകാനായി. ജനങ്ങളുടെ വരുമാനം ഉയർന്നു. 4 കോടി ജനങ്ങൾക്ക് വിള ഇൻഷുറൻസ് എത്തിച്ചു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ G20 ഉച്ചകോടി ഇന്ത്യക്ക് വിജയകരമായ നേതൃത്വം നൽകാനായി. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി 30 കോടി മുദ്ര യോജന വായ്പകളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടി. PM ആവാസ് യോജനയ്ക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ 70% വീടുകളിലും സ്ത്രീകൾ ഉടമകളോ സംയുക്ത ഉടമകളോ ആയി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രാജ്യത്ത് തുടരും. 2 കോടിയധിക ഭവനങ്ങൾ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കും. കൂടുതൽ പ്രഖ്യാപനങ്ങൾ അടുത്ത സമ്പൂർണ്ണ ബജറ്റിൽ. അധികാരം നിലനിർത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. സൗരോർജ്ജ പദ്ധതിക്കായി പ്രത്യേക വിഹിതം. 1 കോടി വീടുകളിൽ കൂടെ സോളാർ പദ്ധതി വ്യാപകമാക്കും. സർക്കാർ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും. ഗർഭാശയ ക്യാൻസറിനായി പ്രത്യേക വാക്സിൻ വികസിപ്പിക്കും. രാജ്യത്തെ മത്സ്യമേഖലയ്ക്കായി പ്രത്യേക പദ്ധതി. സമൃദ്ധോൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും. 5 ഇന്റർഗ്രേറ്റഡ് മത്സ്യപാർക്കുകൾ വരും. സാങ്കേതിക രംഗത്തെ സംരംഭകർക്ക് 1 ലക്ഷം കോടി രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. ഉദാൻ പദ്ധതിക്കായി കൂടുതൽ വിഹിതം. മെട്രോ, റെയിൽ, വന്ദേ ഭാരത് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. പുതിയ വിമാനത്താവളങ്ങൾ കൂടെ വരും. കൂടുതൽ റെയിൽവേ ഇടനാഴികൾ വികസിപ്പിക്കും. വന്ദേ ഭാരത് നിലവാരത്തിൽ കൂടുതൽ ട്രെയിൻ ബോഗികൾ വികസിപ്പിക്കും. ഈ വാഹനങ്ങൾക്കായി പ്രത്യേക പദ്ധതി. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വായ്പാ പദ്ധതി. നികുതി വ്യവസ്ഥകളിൽ മാറ്റമില്ല. നികുതി റിട്ടേൺ അസസ്മെന്റ് കാലാവധി കുറയ്ക്കും. എന്നിവയാണ് 2024 ഇടക്കാല ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ.